ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ബേസിക് ഇലക്ട്രിക്കലിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വന്നതാണ്. കുറച്ച് ദിവസമായി ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് തിരക്കായി പോയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. ഇനി 3 ഫേസ് സർക്യൂട്ടും കൂടി നമുക്ക് ബാക്കിയുള്ളൂ. ഇപ്പോൾ 3 ഫേസ് എ സി സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചത് സിംഗിൾ ഫേസ് എ സി സർക്യൂട്ട്സ് ആണ്. ഇത് 3 ഫേസ് ആണ്. നമ്മൾ യൂഷ്വലി ജനറേറ്റ് ചെയ്യുന്ന എ സി ഒക്കെ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവറിലും അങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ന്യൂക്ലിയറിലോ അങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യുന്ന പവർ 3 ഫേസ് ആണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ സിംഗിൾ ഫേസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യല്? ഒരു കോയിൽ നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെ ഇടയിൽ 360 ഡിഗ്രി കറക്കുമ്പോഴാണല്ലോ നമുക്ക് സിംഗിൾ ഫേസ് കിട്ടണത്. പക്ഷെ ഇവിടെ 3 ഫേസ് ആകുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? നമുക്ക് 3 കോയിൽ ഉണ്ടാവും. ആ 3 കോയിലും റൊട്ടേറ്റ് ചെയ്യണം 360 ഡിഗ്രിയിൽ. പക്ഷേ ഈ 3 കോയിലും തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ 3 കോയിൽ, ഒന്ന് R, Y, B. അത് യൂഷ്വലി നമ്മളിപ്പോൾ ഈ വയറിങ്ങിനൊക്കെ നമുക്ക് ഫേസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് റെഡ്, യെല്ലോ, ബ്ലൂ എന്നിടും. അതുകൊണ്ടാണ് ഈ 3 ഫേസ് യൂഷ്വലി RYB എന്ന് നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 കോയിൽസും ഒരേ ഫേസ് ഫ്രീക്വൻസിയിലാണ് റൊട്ടേറ്റ് ചെയ്യണത്, ആംഗുലർ വെലോസിറ്റിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ദിൽ ബി ഡിസ്പ്ലേസ് ഫ്രം ഈച്ച് അതർ ബൈ 120 ഡിഗ്രി. അപ്പോൾ അതാണ് അങ്ങനെ 120 ഡിഗ്രിയിൽ ഡിസ്പ്ലേസ് ചെയ്ത 3 കോയിൽ ഒരു 360 ഡിഗ്രി മൊത്തം കറങ്ങുമ്പോഴത്തേന് യു ഗെറ്റ് 3 ഫേസ് സപ്ലൈ. അതാണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യനായി ചോദിക്കാറുണ്ട്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ. 3 ഫേസ് എടുക്കുകയാണെങ്കിൽ സെയിം സൈസ് ഓഫ് ദ മെഷീൻ, സിംഗിൾ ഫേസിൻ്റെയും 3 ഫേസിൻ്റെ സെയിം സൈസിന് 3 ഫേസ് മെഷീനാണ് ഗ്രേറ്റർ നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 3 ഫേസും സിംഗിൾ ഫേസും എടുക്കുകയാണെങ്കിൽ ട്രാൻസ്മിഷനൊക്കെ, പവർ ട്രാൻസ്മിഷനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ 3 ഫേസിന് സിംഗിൾ ഫേസിൻ്റെ 3/4 വെയിറ്റ് ഓഫ് കോപ്പർ മതി. അപ്പോൾ നമുക്ക് വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് എന്താവും? പൈസ കുറയും. അതായത് ക്രോർസിലാണ് ആ എമൗണ്ടിൽ ഡിഫറൻസ് വരുന്നത്. പിന്നെ 3 ഫേസ് മെഷീൻ എന്ന് പറഞ്ഞാൽ സ്മോളർ ആണ്, സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആണ്, അതിൻ്റെ നല്ല ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൻ്റെ വോൾട്ടേജ് റെഗുലേഷന് മച്ച് ബെറ്റർ ആണ് കമ്പയർഡ് ടു സിംഗിൾ ഫേസ്. പിന്നെ 3 ഫേസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ഫേസ് മെഷീൻസ് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. അത് ഞാൻ എവിടെയോ എഴുതിയിട്ടുണ്ട്, ഇതാ ഈ പോയിന്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ 3 ഫേസ് മെഷീൻസ് ആർ സെൽഫ് സ്റ്റാർട്ടിംഗ്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സപ്ലൈ 3 ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ 3 ഫേസ് മെഷീൻ സെൽഫ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിന് ഗുഡ് വോൾട്ടേജ് റെഗുലേഷൻ ആണ്, അതിന് നല്ല പാരലൽ ഓപ്പറേഷൻസ് ആണ്. അത് എക്സ്പ്ലനേറ്ററി ആണ് എല്ലാം, അതുകൊണ്ട് പറയണില്ല. ഇനി എങ്ങനെയാണ് നമ്മളൊരു 3 ഫേസ് സപ്ലൈ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ, അപ്പോൾ R എന്ന് പറഞ്ഞ സ്റ്റാർട്ടിംഗ് കോയിൽ, R1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഒരു കോയിൽ വരിക. അപ്പോൾ അതിൻ്റെ ഒരറ്റം R ആണ്, മറ്റേത് R1. അപ്പോൾ R1 എന്ന് പറഞ്ഞൊരു കോയിൽ. അതുപോലെ തന്നെ വേറൊരു കോയിലുണ്ട് B1 കേട്ടോ. R1 കഴിഞ്ഞ് ഒരു 120 ഡിഗ്രി ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? B1. അതിൽ നിന്നൊരു 120 ഡിഗ്രി ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് ആറ് വരുന്നത്? Y1. അപ്പം ഇവിടെ RBY സീക്വൻസ് ആണ്, RBY സീക്വൻസ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു R ഈ ഒരു കോമ്പിനേഷന് ഒരേ ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യാണ്. ഒരു 360 ഡിഗ്രി മൊത്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വേവ് ഫോം കിട്ടുക നോക്കാം. ആദ്യം നമുക്ക് VR റെഫറൻസ് ആക്കി എടുക്കുക. അപ്പോൾ ഒരു 360 കഴിയുമ്പോഴത്തേന് എനിക്ക് എന്ത് കിട്ടും? VR വേവ് ഫോം കിട്ടും. ഇനി അടുത്തത് ഞാൻ ആരെയാണ് വരക്കേണ്ടത്? VR കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടാണല്ലോ പോണത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഫറൻസ് ആക്കി എടുക്കുമ്പോൾ Y എന്ന് പറയുന്നത് R-നേക്കാളും 120 ഡിഗ്രി ബാക്കിലേക്കല്ലേ? B 120 ഡിഗ്രി മുന്നിക്ക്, Y എന്ന് പറയുന്നത് 120 ഡിഗ്രി ബാക്കിക്ക്. അപ്പോൾ നമ്മൾ സാധാരണ ഇത് റെഫറൻസ് ആക്കി വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നതൊക്കെ ലാഗിങ് ആണല്ലോ, അത് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ ഞാൻ Y എവിടെ വരക്കണം? Y ഈ ഇതിൽ നിന്ന് 0 നിന്ന് ഒരു 120 ഡിഗ്രി കഴിയുമ്പോഴേ Y തുടങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ VY തുടങ്ങേണ്ടത്. അപ്പോൾ അത് അവസാനിക്കണ വരെ. പിന്നെ അടുത്തത് ഞാൻ ഇപ്പം ഇത് നോക്കി, ഇത് R എടുത്തു കഴിഞ്ഞാൽ Y 120 ഡിഗ്രി ബാക്കിൽ, അതുപോലെ തന്നെ അത് 240 ഡിഗ്രി ബാക്കിലാണ്, അല്ലെങ്കിൽ 120 ഡിഗ്രി മുന്നിൽ കേട്ടോ. അത് ശ്രദ്ധിക്കുക. B എങ്ങനെയാണ് R-നെ വെച്ച് നോക്കുമ്പോൾ ഒന്നെങ്കിൽ 240 ഡിഗ്രി ബാക്കിൽ, അല്ലെങ്കിൽ 120 ഡിഗ്രി മുന്നിൽ. അപ്പോൾ ഞാൻ B വരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ എവിടെ തുടങ്ങേണ്ടത്? 240 വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. ഇത് ഇങ്ങനെ മുന്നേക്ക് എടുത്താൽ ഇത് തുടങ്ങാൻ 120ലാണ്. അപ്പോൾ രണ്ടും സെയിം ആണ്. ഒന്നെങ്കിൽ R-നേക്കാളും 120 ഡിഗ്രി മുന്നിൽ, അല്ലെങ്കിൽ 240 ഡിഗ്രി ബാക്കിൽ. അപ്പോൾ നമുക്ക് 3 ഫേസ് ഉള്ള സാധനം കിട്ടും, RYB. അപ്പോൾ ഇതിൻ്റെ ഫേസ് റെപ്രസെൻറ്റേഷൻ എങ്ങനെ വരിക? VR ഇങ്ങനെ 120 ഡിഗ്രി ബാക്കിൽ, Y പിന്നെ ഒരു 120 ഡിഗ്രി ബാക്കിൽ, അല്ലെങ്കിൽ 240 ഡിഗ്രി ബാക്കിൽ B, അല്ലെങ്കിൽ 120 ഡിഗ്രി മുന്നിൽ B. അപ്പോൾ VR, VY, VB. ഇങ്ങനെയാണ് നമ്മൾ ഒരു 3 ഫേസ് ജനറേറ്റ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ നമുക്ക് അതിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതാം? വി ആർ എന്ന് പറയുന്നത് വി എം സൈൻ ഒമേഗ ടി ആണ്. വി വൈ അതിന്റെ 120 ഡിഗ്രി ബാക്കിലല്ലേ. അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പറ്റുക അതിനെ? ഇറ്റ് ഈസ് വി എം സൈൻ ഒമേഗ ടി മൈനസ് 120. വി ബി എന്താണ്? 240 ഡിഗ്രി ബാക്കിൽ വി എം സൈൻ ഒമേഗ ടി മൈനസ് 240, അല്ലെങ്കിൽ എന്താണ് വി എം സൈൻ ഒമേഗ ടി പ്ലസ് 120. ഇനി ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ സൈൻ എ മൈനസ് ബി, സൈൻ എ മൈനസ് ബിന്റെ എക്സ്പാൻഡ് ചെയ്ത് 3 കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടും വി ആർ പ്ലസ് വി വൈ പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഒരു 3 ഫേസ് വോൾട്ടേജിന്റെ സമ്മ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഈസ് 0. അപ്പൊ ഇതിന്റെ ഫേസർ റെപ്രസെന്റേഷൻ എന്ന് പറയാം വി ആർ ഇസിക്കൽ വി എം അറ്റ് ആൻ ആംഗിൾ 0 ആണെങ്കിൽ വി വൈ എന്ന് പറയുന്നത് എന്താണ്? സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, എല്ലാ കോയിലിന്റെ സൈസ് വന്നാൽ വി എം അറ്റ് ആൻ ആംഗിൾ മൈനസ് 120. വി ബി എന്തായിരിക്കും? വി എം അറ്റ് ആൻ ആംഗിൾ മൈനസ് 240, അല്ലെങ്കിൽ അറ്റ് ആൻ ആംഗിൾ പ്ലസ് 120. അപ്പൊ ഈ ഫേസ് സീക്വൻസും കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ നിർത്താം. നോക്കട്ടെ. അപ്പൊ ഇവിടെ നമുക്ക് 2 രീതിയിൽ ഫേസ് സീക്വൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മൾ നോക്കിയത് ആർ വൈ ബി. അപ്പൊ അത് ഒരു ഫേസ് സീക്വൻസ്. വേറൊരു ഫേസ് സീക്വൻസ് എന്താ? ആർ ഇങ്ങോട്ട് ബി വൈ. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എന്താവും? ആർ വൈ ബി സീക്വൻസ് ഉണ്ടാവും. അത് ആർ വൈ ബി സീക്വൻസ് അറിയണത് ഏത് സീക്വൻസ് ആണ്? ഈ സീക്വൻസ് ആണ്. അതെന്താണ്? അപ്പൊ നിങ്ങൾ ആർ വൈ ബി സീക്വൻസ് എന്തുകൊണ്ട് അത് പറയാൻ കാരണം അറിയാം? ഇതിന്റെ വേവ് ഫോം അല്ലേ, അല്ലെങ്കിൽ ഇതിന്റെ വേവ് ഫോം അല്ലേ ഇങ്ങനെ ആദ്യം ആർ ഫോളോഡ് ബൈ വൈ പിന്നെ ബി. അപ്പൊ ഇതിനാണ് ആർ വൈ ബി സീക്വൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയല്ല നോക്കുക, ഇങ്ങനെയാണ് നോക്കേണ്ടത് കേട്ടോ. കാരണം വേവ് ഫോം വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ആർ വൈ ബി സീക്വൻസ് എന്ന് പറയുന്നത് ഇത്. പിന്നെ ആർ ബി വൈ സീക്വൻസ് പറയുന്നത് ഇത്, ആർ ബി വൈ. അപ്പൊ ഇത്രയാണ് ഫേസ് സീക്വൻസുകൾ. പിന്നെ ഇനി അടുത്തത് ഓക്കെ, എന്നാൽ ഇതുവരെ ആയിക്കോട്ടെ ഈ വീഡിയോ. ഭയങ്കര ലോങ് ആയി പോകും.